മാധ്യമങ്ങളുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മാസപ്പടി കേസ്, പിണറായി വിജയനും മകൾ വീണ വിജയനും ആശ്വാസം. എല്ലാ മാധ്യമങ്ങളും ഇതേ രൂപത്തിലാണ് വാർത്ത നൽകിയത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മന്ത്രി എം.പി. രാജേഷും പി. രാജീവും ആശ്വാസം എന്ന രീതിയിലാണല്ലോ വാർത്ത കൊടുക്കുന്നത് എന്ന ചോദിച്ചതിന് ശേഷം ചില മാധ്യമങ്ങൾ തലക്കെട്ട് മാറ്റിയിട്ടുണ്ട്. അത് മാസപ്പടി കേസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളി എന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാൽ നേരത്തെ അടിച്ച് തയ്യാറാക്കി വിതരണം ചെയ്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച കാർഡുകളുണ്ട്. അതിലെല്ലാം പിണറായി വിജയനും മകൾ വീണ വിജയനും ആശ്വാസം എന്ന് തന്നെയാണ്. അതോടൊപ്പം ആശ്വാസം എന്ന് വലിയ അക്ഷരത്തിൽ കൊടുക്കുകയും തൊട്ടടുത്ത് പിണറായി വിജയന്റെയും വീണ വിജയന്റെയും ഫോട്ടോകൾ കൊടുക്കുകയും ഒക്കെ ചെയ്താണ് മാധ്യമങ്ങൾ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് ആഘോഷിച്ചത്. എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്: പിണറായി വിജയനും വീണ വിജയനും ആശ്വാസം എന്ന്. എന്നാൽ സത്യത്തിൽ ഇവർക്ക് മാത്രമാണോ ആശ്വാസം? 2 ഹർജികളാണ് ഇന്ന് ഹൈക്കോടതി തള്ളിയത്. ഒന്ന് മാത്യു കുഴൽനാടന്റെ ഹർജി. മാത്യു കുഴൽനാടന്റെ ഹർജിയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും മാത്രമാണ് മാധ്യമങ്ങൾ നൽകുന്നത്. മറ്റൊരു ഹർജി കൂടി ഹൈക്കോടതി തള്ളി. അത് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് വേണ്ടി അമിക്കസ് ക്യൂറിയാണ് ഹാജരായത്. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയാണ് ഹാജരായത്. ആ കേസിനെ കുറിച്ച് പക്ഷേ ആരും പറയുന്നില്ല. ആരൊക്കെയാണ് ആ കേസിലെ കക്ഷികൾ? ഒന്നാമത്തെ കക്ഷി സ്റ്റേറ്റ് ഓഫ് കേരള, രണ്ടാമത്തെ കക്ഷി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, മൂന്നാമത്തെ കക്ഷി വീണ തൈക്കണ്ടിയിൽ, 4 പിണറായി വിജയൻ, 5 അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ബാക്കിയെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ 5ാമത്തെ പേര് മുതൽ ഉള്ള പേരുകൾ പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. ഒരു മാധ്യമത്തിലും അത് സംബന്ധിച്ച് വാർത്ത വന്നിട്ടില്ല. 5ാമത്തെ കക്ഷി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കിയെല്ലാം എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചിട്ടുണ്ട്. 5ാമത്തെ പേര് മുതൽ ആഘോഷിച്ചിട്ടില്ല ആരും. ആരാണ് 5ാമത്തെ പേരുകാരൻ? മറ്റാരുമല്ല, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 5 രമേശ് ചെന്നിത്തല. ആരാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഹാജരായത്? നിഷ ജോർജ്, അഡ്വക്കേറ്റ് നിഷ ജോർജ്. കൃത്യം രേഖകളിൽ പറയുന്നുണ്ട്. കഴിഞ്ഞില്ല. അതിനുശേഷം 6ാമത്തെ കക്ഷി ആരാണ്? പി കെ കുഞ്ഞാലിക്കുട്ടി. ആരാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഹാജരായത്? പി എ മുഹമ്മദ് ഷാ. മാത്രമല്ല, നീണ്ട നിര, അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. എക്സ്ട്രാ അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞ് റിനോയ് വിൻസെന്റ്, ഷഹീർ ഷൗക്കത്ത് അലി, ചെൽസൺ ചെമ്പരത്തി, അബി ഷെജ്രിക് ഫസാല എന്ന് പറഞ്ഞ് 9ഓളം അഡ്വക്കേറ്റ്മാരാണ്, അഭിഭാഷകരാണ് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. അടുത്ത നമ്പർ ആരതാ? 7 വി കെ ഇബ്രാഹിം കുഞ്ഞ്. ആരാ ഹാജരായത്? എസ് രാജീവ്. അതിനുശേഷം CMRLന്റെ ഉദ്യോഗസ്ഥർ, മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവരുമുണ്ട്. ഈ പേരുകൾ ഒന്നും നമ്മുടെ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഈ പേരുകളെ കുറിച്ച് ഒരക്ഷരം നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല, മിണ്ടുന്നില്ല. എല്ലാവരും ചൂണ്ടുന്നത് പിണറായി വിജയനിലേക്കും മകൾ വീണ വിജയനിലേക്കും മാത്രമാണ്. അതാണ് അവർക്ക് ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാലം പണിയെടുത്തത്. എത്രയോ സമയം അതിനുവേണ്ടി നീക്കി വെച്ചിരുന്നു. അന്തിച്ചർച്ചകൾ എത്ര നടത്തി, എത്ര ഗസ്റ്റുകളെയാണ് വിളിച്ചു കൊണ്ടുവന്ന് ചർച്ച നടത്തിയത്. എല്ലാ ദിവസവും ഉച്ച മുതൽ പണി തുടങ്ങണം വൈകുന്നേരത്തെ അന്തിച്ചർച്ചയ്ക്ക് വേണ്ടി. അതിന് എത്ര പേരാണ് മെനക്കെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സമയവും അധ്വാനവും ചെലവഴിച്ചതാണ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ, വീണ വിജയനെതിരെ കേസെടുപ്പിക്കാൻ, അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ. ഇതൊന്നും നടന്നില്ല. എന്നിട്ട് അവസാനം പിണറായി വിജയനും വീണ വിജയനും മാത്രം ആശ്വാസം എന്ന് വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നു. 2 ഹർജികൾ കോടതി തള്ളിയ കാര്യം മിണ്ടുന്നേയില്ല. ഒരേ ഒരു ഹർജിയെ തള്ളിയിട്ടുള്ളൂ. അത് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് എന്നാണ് വാർത്ത നിറയെ. എല്ലാ മാധ്യമങ്ങളും അത് മാത്രമാണ് നൽകുന്നത്. അവിടെ മാത്രമാണ് പ്രതികരണം തേടാൻ പോയത്. ഒരാളും രമേശ് ചെന്നിത്തലയെ കാണാൻ പോയില്ല. ഒരു മാധ്യമപ്രവർത്തകനും വി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയില്ല. ഹർജി തള്ളിയല്ലോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാൻ. എല്ലാവരും ഓടുന്നത് മന്ത്രിമാരെ തേടിയാണ്. എല്ലാവരും ഓടുന്നത് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തേക്കാണ്. എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ അടുത്തേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ മുന്നിൽ കിട്ടിയിട്ട് പോലും
ഒരക്ഷരം ഇതേക്കുറിച്ച് ചോദിക്കാതിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ എന്ന സംശയവും ഉയരുന്നില്ലേ? ഇനിയിപ്പോൾ മാത്യു കുന്നനാടൻ കൊടുത്ത കേസിൽ ആരൊക്കെയാണ് പ്രതികൾ? 1 പിണറായി വിജയൻ, 2 CMRL, 3 CMRLന്റെ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്ത, 4 കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, 5 ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്, 6 എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, 7 വീണ തൈക്കേണ്ടി, വീണ വിജയൻ. ഇവർക്കെതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത് മാത്യു കുഴൽനാടൻ. എന്നാൽ ഒരേ പേര് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ, അത് പിണറായി വിജയന്റെ പേരാണ്. കൂടെ വീണ വിജയന്റെ പേരും കേൾക്കുന്നുണ്ട് എന്ന് മാത്രം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഹർജികൾ ഉണ്ടായിരുന്നു, 2 ഹർജികൾ തള്ളിയിരിക്കുന്നു. അതിൽ ഒന്നിൽ മാത്യു കുഴൽനാടൻ നൽകിയിരിക്കുന്ന ഹർജിയിൽ 1-ാം കക്ഷി പിണറായി വിജയനാണ്, 7-ാമത്തെ കക്ഷി വീണ വിജയനാണ്. 2-ാമത്തെ ഹർജി കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജി, അതിൽ രമേശ് ചെന്നിത്തലയുണ്ട്, ഇബ്രാഹിം കുഞ്ഞുണ്ട്, അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. ഈ പേരുകൾ പ്രേക്ഷകർ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാകില്ല. അതാണ് മാധ്യമ നീതി എന്ന് പറയുന്നത്.